ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ കോൺട്രാക്ട് ക്വസ്റ്റ്യൻ എന്ന യൂണിറ്റിലെ ടെർമിനൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് സോൾവ് ചെയ്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നോഷണൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ എത്ര എമൗണ്ട് ഓഫ് പ്രോഫിറ്റാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നും നോക്കണം. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം ഒന്ന് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് വർക്ക് ഡൺ ടു ഡേറ്റ് എന്ന് പറയുന്നത് 1,10,350 ആണ്. കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയുന്നത് 8,300. കോൺട്രാക്ട് പ്രൈസ് 5,80,000. വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് 1,40,280 ആണ്. കോസ്റ്റ് ഓഫ് വർക്ക് സർട്ടിഫൈഡ് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് ഓഫ് വർക്ക് ഡണ്ണിൽ നിന്ന് വർക്ക് അൺസർട്ടിഫൈഡ് കുറയ്ക്കണം. അതായത് ഇവിടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് വർക്ക് ഡൺ എന്ന് പറയുന്നത് 1,10,350 ആണ്. അതിൽ നിന്ന് 8,300 നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്നതാണ് 1,02,050. അതാണ് കോസ്റ്റ് ഓഫ് വർക്ക് സർട്ടിഫൈഡ്. വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡിൽ നിന്ന് ഈ കോസ്റ്റ് ഓഫ് വർക്ക് സർട്ടിഫൈഡ് കുറയ്ക്കുമ്പോഴാണ് നോഷണൽ പ്രോഫിറ്റ് 38,230 എന്ന് കിട്ടുന്നത്. അപ്പോൾ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ പ്രോബ്ലത്തിൽ 38,230 ആണ്. ഇനി എത്ര എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ പ്രോബ്ലത്തിൽ വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് കോൺട്രാക്ട് പ്രൈസിന്റെ 1/4 കുറവാണ്. അതായത് കോൺട്രാക്ട് പ്രൈസ് 5,80,000 ആണ്. അതിന്റെ 1/4 എന്ന് പറയുന്നത് 1,45,000 ആണ്. വർക്ക് സർട്ടിഫൈഡ് 1,40,280 അല്ലേ ഉള്ളൂ. അപ്പോൾ 1/4 കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രോഫിറ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലിട്ട്. മൊത്തം നാഷണൽ പ്രോഫിറ്റ് റിസർവ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. അപ്പോൾ താങ്ക് യു.